പ്രിയ വിദ്യാർത്ഥികളെ, ഏവർക്കും ട്യൂട്ട് ഫോക്സിലേക്ക് സ്വാഗതം. ഈ ഒരു ലെക്ചറിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ ആയിട്ടുള്ള ട്രീയുടെ പ്രീ ഓർഡർ ട്രാവേഴ്സൽ എന്ന് പറയുന്ന ട്രാവേഴ്സൽ മെക്കാനിസത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുക. പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ എന്താണ് ബൈനറി ട്രീ എന്നുള്ളത് പോയ ലെക്ചറിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ബൈനറി ട്രീയെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഐ ബട്ടണിൽ ഞാൻ മുകളിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ബൈനറി ട്രീ എന്നത് ഒരു നോൺ ലീനിയർ ആയിട്ടുള്ള ട്രീ ഡേറ്റ സ്ട്രക്ചർ തന്നെയാണ്. ഇവിടെ ഒരു കണ്ടീഷനുണ്ട്. ഏതൊരു നോഡിനെ ബൈനറി ട്രീയിൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും മാക്സിമം 2 ചിൽഡ്രൻ മാത്രമേ ആ നോഡിന് വരാൻ പാടുള്ളൂ. ഏതർ 0 ചിൽഡ്രൻ ആവാം, 1 ചൈൽഡ് ആവാം, അല്ലെങ്കിൽ മാക്സിമം 2 ചിൽഡ്രൻ വരെ വരുന്ന നോഡുകളുടെ ഒരു കളക്ഷൻ വരുന്ന ട്രീയാണ് നമ്മൾ ബൈനറി ട്രീ എന്ന കാറ്റഗറിയിൽ പെടുത്തുക. അങ്ങനെയുള്ള ബൈനറി ട്രീയിൽ 3 തരത്തിലുള്ള ട്രാവേഴ്സൽസ് നമുക്ക് കാണാം. ഇൻ ഓർഡർ ട്രാവേഴ്സൽ, പ്രീ ഓർഡർ ട്രാവേഴ്സൽ ആൻഡ് പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ. ട്രാവേഴ്സൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എയ്തർ ഡിസ്പ്ലേ അല്ലെങ്കിൽ ഒരു നോഡിനെ വിസിറ്റ് ചെയ്യുക എന്നതാണ് ട്രാവേഴ്സൽ എന്ന പേര് കൊണ്ട് അന്വർത്ഥമാക്കുന്നത്. പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ഇൻ ഓർഡർ ട്രാവേഴ്സൽ എന്താണ് എന്നാണ് കണ്ടത്. ഇൻ ഓർഡർ ട്രാവേഴ്സലിനെ കുറിച്ചുള്ള ലെക്ചർ ഇൻഫർമേഷൻ ബട്ടണിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഈ ഒരു ലെക്ചറിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് പ്രീ ഓർഡർ ട്രാവേഴ്സൽ എന്നതിനെ കുറിച്ചാണ്. പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ പ്രീ ഓർഡർ ട്രാവേഴ്സൽ എന്ന് പറയുന്ന മെക്കാനിസത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ഇതാണ്. സാധാരണഗതിയിൽ നമ്മൾ ട്രാവേഴ്സൽ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന റൂട്ട് നോഡിലാണ്. റൂട്ട് നോഡിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഏതൊരു നോഡിലേക്ക് പോകുന്നതിന് മുമ്പും നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന നോഡിനെ നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്പ്ലേ വിളിക്കുക. അതിനുശേഷം ലെഫ്റ്റിലേക്ക് പോവുക, പിന്നീട് ആ നോഡിൻ്റെ റൈറ്റിലേക്ക് പോവുക. സോ അൽഗോരിതമിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയാം. ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഏത് നോഡിനെയാണോ വിസിറ്റ് ചെയ്യുന്നത് ആ പർട്ടിക്കുലർ ആയിട്ടുള്ള നോഡിൻ്റെ ഡേറ്റ പോർഷനെ നമ്മൾ ഡിസ്പ്ലേ വിളിക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് റിക്കേഴ്സീവ്ലി നമ്മൾ എന്ത് ചെയ്യുക, ലെഫ്റ്റിലേക്ക് ട്രാവൽ ചെയ്യുക. അങ്ങനെ റിക്കേഴ്സീവ്ലി ട്രാവൽ ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ചെല്ലുന്ന നോഡുകളെ പ്രിൻറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, ലെഫ്റ്റിലേക്ക് പോവുക. ഇതിനെല്ലാം ശേഷം ഒടുവിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റൈറ്റ് സബ് ട്രീയെ റിക്കേഴ്സീവ്ലി ട്രാവൽ ചെയ്യുക. പ്രിയ വിദ്യാർത്ഥികളുടെ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് എങ്ങനെയാണ് ഈ ട്രാവേഴ്സൽസ് നടക്കുന്നതെന്ന് നോക്കാം. സോ നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ് ഇതാണ്. വിസിറ്റ് ദ നോഡ് ആൻഡ് ഡിസ്പ്ലേ, ട്രാവേഴ്സ് ലെഫ്റ്റ് ആൻഡ് ട്രാവേഴ്സ് റൈറ്റ്. വിസിറ്റ് നോഡ്, ട്രാവേഴ്സ് ലെഫ്റ്റ്, ട്രാവേഴ്സ് റൈറ്റ്. സോ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ട്രീ ഇതാണ്. ബൈനറി ട്രീയെ നമുക്കിങ്ങനെ കൺസിഡർ ചെയ്യാം. ഞാൻ റൂട്ട് നോഡായിട്ടുള്ള എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യുക, പ്രീ ഓർഡർ ട്രാവേഴ്സൽ ആയതുകൊണ്ട് ഏത് നോഡിലേക്കാണോ നമ്മൾ എത്തുന്നത് ആദ്യം ആ നോഡിനെ നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്പ്ലേ വിളിക്കുക. ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് നമുക്ക് ആ നോഡിൻ്റെ ലെഫ്റ്റ് സബ് ട്രീയിലേക്ക് പോകാം. സോ എ എന്ന് പറയുന്ന നോഡിനകത്തുള്ള ഡേറ്റയെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് എയുടെ ലെഫ്റ്റ് സബ് ട്രീയിലേക്ക് പോകുന്നു, അതായത് ബിയിലേക്ക് നമ്മൾ പോകുന്നു. വൺസ് ബിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ബിയെ ഡിസ്പ്ലേ വിളിക്കാം. ബിയെ ഡിസ്പ്ലേ വിളിച്ചുകൊണ്ട് ബിയുടെ ലെഫ്റ്റിലേക്ക് നമുക്ക് പോകാം. ലെഫ്റ്റിലേക്ക് പോകുന്നു, അപ്പോൾ ഇ എന്ന് പറയുന്ന നോഡിലേക്ക് എത്തുന്നു. ഇ എന്ന് പറയുന്ന നോഡിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ നോഡിനെ ഡിസ്പ്ലേ വിളിക്കാം. ഈ നോഡിനെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് നമുക്ക് ലെഫ്റ്റിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ ലെഫ്റ്റ് ട്രാവൽ ചെയ്യുമ്പോഴേക്കും ഐ എന്ന് പറയുന്ന നോഡിലെത്തും. ഐ നോഡിൽ എത്തിക്കഴിഞ്ഞാൽ ഐയെ നമുക്ക് ഡിസ്പ്ലേ വിളിക്കാം. ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് നമുക്ക് ലെഫ്റ്റിലേക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. പക്ഷേ ഇവിടെ ലെഫ്റ്റിലേക്ക് ട്രാവൽ ചെയ്യാനായിട്ട് നമുക്ക് കഴിയത്തില്ല. അങ്ങനെ കഴിയാത്തത് കൊണ്ട് നമ്മൾ ബാക്ക് ട്രാക്കിംഗ്, അതായത് ട്രീയുടെ പേരൻറ്റിലേക്ക് നമ്മൾ റിട്ടേൺ ചെയ്യുന്ന പ്രോസസ്സിലേക്ക് പോകും. സോ ബാക്ക് ട്രാക്കിംഗ് നമ്മളിവിടെ പെർഫോം ചെയ്യുന്നു. സോ ഐയുടെ പേരൻ്റ് ആയിട്ടുള്ള ഇയിലേക്ക് നമ്മൾ പോകുന്നു. ഈ ഓൾറെഡി പ്രിൻറ്റ് ചെയ്തതുകൊണ്ട് ഇയുടെ റൈറ്റ് സബ് ട്രീയിലേക്കായിരിക്കും ഇനി നമ്മൾ പോവുക. കാരണം ഇയുടെ ലെഫ്റ്റ് സബ് ട്രീ നമ്മൾ ഫിനിഷ് ചെയ്തു. ലെഫ്റ്റ് സബ് ട്രീ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പ്രീ ഓർഡർ ട്രാവേഴ്സലിൽ ഇനി ചെയ്യേണ്ടത് റൈറ്റ് സബ് ട്രീയിലേക്ക് പോവുക. ഇയുടെ റൈറ്റ് സബ് ട്രീ ആയിട്ടുള്ള ജെയിലേക്ക് നമ്മൾ പോകുന്നു. സോ ജെയിലേക്ക് നമ്മളെത്തി. ജെയിൽ എത്തിക്കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജെ എന്ന് പറയുന്ന ആ നോഡ് ഡേറ്റ വാല്യൂവിന് നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. പ്രിൻറ്റ് ചെയ്തുകൊണ്ട് ജെയുടെ ലെഫ്റ്റിലേക്ക് പോകാനായിരിക്കും നമ്മൾ ഇനി ട്രൈ ചെയ്യുക. പക്ഷേ ജെയ്ക്ക് ലെഫ്റ്റ് വാല്യൂ ഇല്ല. അതുകൊണ്ട് നമുക്ക് എങ്ങോട്ടേക്ക് പോകാം, ജെയുടെ റൈറ്റിലേക്ക് പോകാനായിട്ട് ട്രൈ ചെയ്യാം. നോക്കുന്നുണ്ടെങ്കിൽ ജെയ്ക്ക് റൈറ്റ് വാല്യൂവും ഇല്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക് ട്രാക്കിംഗ് പെർഫോം ചെയ്തുകൊണ്ട് ഇയിലേക്ക് റിട്ടേൺ ചെയ്യാം. ഇയിൽ നമ്മൾ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞു. ഇയുടെ എല്ലാ ഡേറ്റാസിനെയും പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് എഗെയിൻ നമുക്ക് ബാക്ക് ട്രാക്കിംഗ് പെർഫോം ചെയ്യാം. ബിയിലേക്ക് പോകാം. ബിയുടെ ലെഫ്റ്റ് സബ് ട്രീയിൽ എല്ലാ ഓപ്പറേഷൻസും നമ്മൾ പെർഫോം ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഇനി നമ്മൾ പോകേണ്ടത് ബിയുടെ റൈറ്റ് സബ് ട്രീയിലേക്കാണ്. സോ ബിയുടെ റൈറ്റ് സബ് ട്രീയിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ചെന്നെത്തുക എഫ് എന്ന് പറയുന്ന നോഡിലേക്കാണ്. എഫ് നോഡിൽ എത്തിയത് കൊണ്ട് തന്നെ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, എഫ് എന്ന് പറയുന്ന നോഡിനെ നമ്മൾ ഡിസ്പ്ലേ വിളിക്കുക, പ്രിൻറ്റ് ചെയ്യുക. എഫിനെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് നമുക്ക് എഫിൻ്റെ ലെഫ്റ്റിലേക്ക് പോകാൻ ട്രൈ ചെയ്യാം. എഫിന് ലെഫ്റ്റ് സബ് ട്രീ ഇല്ല. അതുകൊണ്ട് എഫിൻ്റെ റൈറ്റ് സബ് ട്രീയിലേക്ക് പോകാം. അവിടെയും നമുക്കൊരു സബ് ട്രീ കാണാൻ കഴിയില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക് ട്രാക്കിംഗ് പെർഫോം ചെയ്യാം. ബിയിലേക്ക് റിട്ടേൺ ചെയ്യാം. ബിയിൽ നിന്ന് എയിലേക്ക് റിട്ടേൺ ചെയ്യാം. സോ ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന ട്രീയിൽ നിൽക്കുമ്പോൾ എയുടെ ലെഫ്റ്റ് സബ് ട്രീ എല്ലാം നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു, ട്രാവൽ ചെയ്ത് കഴിഞ്ഞു. സോ ഇനി നമ്മൾ എയുടെ റൈറ്റ് സബ് ട്രീയിലേക്ക് പോകുന്നു. റൈറ്റ് സബ് ട്രീ എന്നുള്ളത് സി എന്ന് പറയുന്ന സബ് ട്രീ ആണ്.
സി എന്ന് പറയുന്ന സബ് ട്രീയിൽ എത്തിക്കഴിയുമ്പോൾ അഗെയിൻ നമ്മൾ പെർഫോം ചെയ്യേണ്ടത് സിയെ നമ്മൾ ഡിസ്പ്ലേ വിളിക്കുക. സിയെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങോട്ടേക്ക് പോകാം? സിയുടെ ലെഫ്റ്റിലേക്ക് പോകാം. അങ്ങനെ കാണുന്ന നോഡുകളുടെ എല്ലാം ലെഫ്റ്റിനെയും റൈറ്റിനെയും നമ്മൾ എന്ത് ചെയ്യുക? ട്രാവേഴ്സ് ചെയ്തുകൊണ്ട് ഡിസ്പ്ലേ ഓപ്പറേഷൻസ് എല്ലാം തന്നെയും പെർഫോം ചെയ്യുക. പ്രിയ വിദ്യാർത്ഥികളെ, ഇനി അങ്ങോട്ടുള്ള ഡിസ്പ്ലേകൾക്കൊന്നും ഞാൻ വോയിസ് ഓവർ നൽകുന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ വോയിസ് ഓവർ നൽകാതെ ഇനിയുള്ള ഓപ്പറേഷൻസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. പ്രിയ വിദ്യാർത്ഥികളെ, പ്രീ ഓർഡർ ട്രാവേഴ്സിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള ഈ ഒരു ബൈനറി ട്രീയുടെ പ്രീ ഓർഡർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം: ABEIJFCGKH എന്നതാണ് ഈ ട്രീയുടെ പ്രീ ഓർഡർ ട്രാവേഴ്സൽ ഓർഡർ എന്നുള്ളത്. പ്രിയ വിദ്യാർത്ഥികളെ, ഒരു ട്രീയുടെ പ്രീ ഓർഡർ ട്രാവേഴ്സൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിവിടെ മറ്റൊരു ട്രീയും കൂടെ നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുകയാണ്. ഈ ട്രീയുടെ പ്രീ ഓർഡർ ട്രാവേഴ്സൽസ് നിങ്ങൾ പെർഫോം ചെയ്ത് നോക്കുക. ഇനി പ്രീ ഓർഡർ ട്രാവേഴ്സൽസ് പെർഫോം ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക: എപ്പോഴും പ്രീ ഓർഡർ ട്രാവേഴ്സലിൽ ആദ്യം ഡിസ്പ്ലേ വിളിക്കുക റൂട്ട് നോഡിനെ ആയിരിക്കും. സോ ഈ ഒരു പോയിന്റ് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. പ്രീ ഓർഡർ ട്രാവേഴ്സലിൽ എപ്പോഴും ആദ്യം വരുന്ന ഡിസ്പ്ലേ എന്ന് പറയുന്നത് റൂട്ട് നോഡിനെ ആയിരിക്കും നമ്മൾ ഡിസ്പ്ലേയിലേക്ക് വിളിക്കുക. പ്രിയ വിദ്യാർത്ഥികളെ, ഈ ഒരു ലെക്ചർ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അടുത്ത ലെക്ചറിൽ നമ്മൾ പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്യും. പ്രിയ വിദ്യാർത്ഥികളെ, വീണ്ടും കാണുന്നവരേക്കും ഏവർക്കും നന്ദി, നമസ്കാരം.